ഇപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സ്ലീപ്പ് പാട്ടുകളുണ്ട്, സ്ലീപ്പ് മ്യൂസിക്, അല്ലെങ്കിൽ പൊതുവെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മഴ പെയ്യുന്ന ശബ്ദം കേട്ടിട്ട് ഉറങ്ങുന്ന, അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അല്ല, തോന്നുന്നു. ഇങ്ങനെയുള്ള സ്ലീപ്പ് ക്വാളിറ്റി മോശമായിരിക്കും. ആണോ? സ്ലീപ്പ് ക്വാളിറ്റി മോശമായി ഇങ്ങനെയുള്ള ആൾക്കാണ് ഈ പാരാസോംനിയാസും റെം ബിഹേവിയർ ഡിസോർഡേഴ്സും ഒരു ഉറക്കത്തിൽ എണീറ്റ് പോകലും നടക്കലും ഇതുപോലത്തെ ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് അവർക്ക് കൂടെ ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും വൈറ്റ് നോയ്സ് കുഴപ്പമില്ല. നമ്മുടെ ഫാനിൻ്റെ മുകളിൽ വൈറ്റ് നോയ്സ്, അത് ഈ കുട്ടികൾ ഉറങ്ങുമ്പോൾ നമ്മൾ വൈറ്റ് നോയ്സ് ആണ് യൂസ് അതെ, ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കിടക്കുമ്പോഴേ ഫാൻ ഇട്ടില്ലേ നമുക്ക് ഉറക്കം വരില്ല. അതെ, അതിന് അതൊരു പ്രശ്നം. അതൊരു അപ്പോൾ നോർമൽ നോയ്സ് കുഴപ്പമില്ല. പക്ഷെ അത് ഹൈപ്പർ ആകുമ്പോഴേ പലപ്പോഴും കാരണം നമ്മുടെ ബ്രെയിന്, കാരണം അത് ഇറിറ്റേഷൻ വരികയല്ലേ നമ്മുടെ ബ്രെയിൻ, നമ്മളെ ഒരു കണ്ടിന്യൂസ് ഒരാളെ പെട്ടെന്ന് ഇങ്ങനെ മാടി വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, ഫുൾ ടൈം അതുപോലെ അവസ്ഥയാണ്. ഫുൾ ടൈം ഓൾ ടൈം ഒച്ച കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അതാണ് സംഭവിക്കുന്നത്. ബ്രെയിൻ ഒരു എക്സ്ട്രാ അൺനെസറി സ്റ്റിമുലേഷൻ വരിക. ഈ ഇതേപോലെ തന്നെ കേട്ടോ, അതായത് പകല് ഭയങ്കര ക്ഷീണം ഉണ്ടാവും, എന്താ പറയുക, ഒന്ന് ഉറങ്ങിയാൽ മതി. പലപ്പോഴും ഇപ്പം വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സൊക്കെ കേൾക്കണ സമയത്ത് ഇങ്ങനെ ഉറക്കം വന്നിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ബെഡ് കിട്ടിയാൽ അങ്ങനെ ഉറങ്ങുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ രാത്രി ആയാലും പിന്നെ ഉറക്കം വരില്ല. അത് അപ്പോൾ ഞാൻ ആലോചിച്ച്, ചിലപ്പോൾ പകൽ മൊത്തം ഇത്രയും ടയേർഡായിട്ട് ഫീൽ ചെയ്തിട്ട് എന്തുകൊണ്ട് രാത്രി ഉറക്കം വരാത്ത, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അതെന്താ, അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തത്? പലപ്പോഴും നമ്മളൊരു നമ്മുടെ ഒരു നോർമൽ ഒരു ഹാബിറ്റ് ഫോം ചെയ്താൽ മതി. അതായത് എക്സസൈസ് ചെയ്യുക, ഫുഡിൽ റെസ്ട്രിക്ഷൻ, നമ്മൾ കിടക്കാനാകുമ്പോഴേ നമ്മൾ ഡയറക്റ്റ് ചെന്ന് കിടക്കരുത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വായിച്ച് ബ്രെയിനിന് കുറച്ചൊന്ന് ഫറ്റീഗ്ഡ് ആയിരിക്കണം. ബ്രെയിനൊന്ന് നമ്മൾ ക്ഷീണിപ്പിക്കണം. ബ്രെയിൻ ക്ഷീണിപ്പിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. ഓക്കെ, മനസ്സിലായി? അത് ബോഡി കുറച്ച് ഫറ്റീഗ് ആവുക, ബ്രെയിൻ ഫറ്റീഗ് ആണെങ്കിൽ കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റിമുലേറ്റിംഗ് സാധനങ്ങൾ, വീഡിയോ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഫറ്റീഗ്ഡ് ആവില്ല, ബ്രെയിൻ ആക്റ്റീവ് ലൈറ്റ് കാണുമ്പോഴേ ബ്രെയിൻ ആക്റ്റീവ് ആവും. കാരണം ഡയറക്റ്റ് നമ്മുടെ കണ്ണിലൂടെ ഓക്സിപിറ്റൽ ലോബിലേക്ക് ഡയറക്റ്റ് ചെല്ലുന്നത്. അപ്പോൾ ബ്രെയിൻ ഒന്നുകൊണ്ട് നമ്മുടെ ഈ ലൈറ്റ് വരുമ്പോഴേ പെട്ടെന്ന് എണീക്കും. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ പകൽ വെളിച്ചം കാണുമ്പോഴേ നമ്മൾ എണീക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈറ്റ് വരുമ്പോഴേ നമ്മൾ ഇത് വരും. അപ്പോൾ നമുക്കൊരു സ്ലീപ്പ് ഹൈജീൻ വേണം. കറക്റ്റ് സമയത്ത് കിടക്കുക, കറക്റ്റ് സമയത്ത് എണീക്കാൻ നോക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് ഫുഡ്, അത് തന്നെ നേരത്തെ ഫുഡ് കഴിക്കുക. എക്സസൈസ് ആണെങ്കിൽ കുറച്ച് 4 മണിക്കൂർ മുമ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കം വരുന്ന ആ ടൈമിൽ പോയി കിടക്കാവുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കഴിയുന്ന ഒരു 5-10 നേരത്തെ കിടന്ന് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് പിന്നെ ഓരോന്ന് ആലോചിച്ച് സംസാരിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ ഓർക്കണ്ട. കിടന്നു കഴിഞ്ഞ് പിന്നെ ഓർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉറക്കത്തിലേക്കുള്ള സമയത്ത് ഓർത്ത് കഴിഞ്ഞാൽ വിൽ ബി മോർ ഫ്രസ്ട്രേറ്റഡ്. അതിനിപ്പോൾ ഒരു ഫ്രീസിങ് ടൈം കൊടുക്കണം നമുക്ക്, ഒരു 5-10 മിനിറ്റ്, എന്നിട്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് തോന്നുന്നു. പലപ്പോഴും ഞാൻ കിടന്നുറങ്ങുമ്പോഴും എന്തൊക്കെ ഉണ്ടായത്, എന്തൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന്, പക്ഷെ ചില സമയത്ത് ഞാൻ കണ്ണടച്ച് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്താലേ എനിക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനെയൊക്കെ അല്ല, അതിനൊരു ടൈം പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക, നല്ല ഉറക്കം വരും. ഉറക്കം വന്ന ശേഷം ഇവർ ആലോചിക്കുന്നു. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഇത് ആലോചിക്കാൻ ഒരു സമയം എക്സ്ട്രാ കൊടുക്കുക. ഇപ്പോൾ 12 മണിക്ക് ആലോചിക്കരുത്, 2 മണിക്കൊന്നും. ഒരു 11 മണിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10:30 കിടക്കുക, 10:30-10:45. അങ്ങനെ ആകുമ്പോൾ ഒരു 15 മിനിറ്റ് വി ക്യാൻ ഒരു റെമിനിസൻസ് ഒക്കെ വന്ന് അതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പറ്റൂ.